നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സാരിയുടെ ക്ലിയറൻസ് സെയിൽ അല്ലെങ്കിൽ ഓഫർ സെയിൽ കാണാം. കഴിഞ്ഞ ആഴ്ച കാണിക്കാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ച ആ ഒരു സാധനം ഇന്ന് കാണിക്കാം. ഇന്നൊരു ദിവസം കൊണ്ട് ഇത് തീരുന്നില്ല. ഇന്നിപ്പോൾ ഒരു കുറച്ച് നമ്പേഴ്സ് കുറച്ച് ഉണ്ട് കാണിക്കാം. എന്തേരം കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പറ്റുന്നത്ര ഇന്ന് കാണിക്കാം. ബാക്കി ഈ ആഴ്ച തന്നെ വേറൊരു ദിവസം കാണിക്കാം. ഇത് കാണിക്കുന്നതിന് മുന്നേ ദയവായി നിങ്ങളിത് കേൾക്കണം. കേട്ടിട്ടേ സ്കിപ്പ് ചെയ്യാവുള്ളൂ. സ്കിപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് ചെയ്തോ എന്തായാലും ചെയ്തു. പക്ഷേ ഇത് കേൾക്കണം. നിങ്ങൾ ഈ സാരി വാങ്ങിക്കാൻ ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രമേ വരാവൂ. അല്ലാതെ ഇത് എനിക്ക് ഇന്ന സാരികളെല്ലാം വേണം, ഞാൻ അടുത്ത ദിവസം കടയിലേക്ക് വരാം, ഈ സാരികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും. അത് കേട്ടിട്ട് ചാടി കടയിലേക്ക് വരരുത് ഇത് വാങ്ങിക്കാൻ. ആ സമയത്ത് നിങ്ങൾ ആരാണോ, നമ്മളുടെ സ്ഥിരം കസ്റ്റമറാണോ, പഴയ കസ്റ്റമറാണോ, ഇന്നലെ കണ്ട കസ്റ്റമറാണോ ഒന്നും നോക്കുന്നില്ല. നമ്മൾ ചോദിക്കുന്നതിൻ്റെ ഉത്തരം മാത്രമേ നൽകുന്നുള്ളൂ. ഇന്ന സാധനങ്ങൾ ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അടുത്ത ദിവസം കടയിലേക്ക് വരിക എന്ന് പറഞ്ഞു. കടയിലേക്ക് വന്നേ നമ്മൾ പറയുള്ളൂ. ഇത് വാങ്ങിക്കാൻ വരികയാണെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ടേ വരാവൂ എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ചിലരങ്ങനെ ചെയ്യുന്നുണ്ട്. അത് പിന്നീട് അതിനകത്ത് നമ്മളോട് പരിഭവിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. ഇത് ഓരോ കസ്റ്റമറെയും ഇങ്ങനെ ഓരോന്ന് വെച്ച് മോണിറ്റർ ചെയ്തുകൊണ്ടല്ല ഇരിക്കുന്നത്. ഇത്രയും നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ഒരുത്തരേ ഉള്ളൂ. ഞങ്ങൾ നോക്കുമ്പോൾ മുന്നിൽ ഒരു കൂട്ടം ആൾക്കാരല്ലേ, അതുകൊണ്ട് പറ്റുന്നതാ. ദൂരെ നിന്നൊക്കെ വന്നിട്ട് അത് കിട്ടാത്തതിൻ്റെ നിരാശയും ദേഷ്യവും നമ്മളോട് പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. ഇത് ഡിസ്കൗണ്ട് സെയിൽ എന്നൊക്കെ പറയുന്നത് നമുക്ക് കൊടുക്കാൻ ചില സമയത്ത് കൃത്യമായിട്ട് റിപ്ലൈ കൊടുക്കാനും കൃത്യമായിട്ട് അത് ചെയ്യാനും പറ്റാത്തത് കൊണ്ട് 2, 3, 4 എണ്ണം മിച്ചം വന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഒന്നും മിച്ചം വരത്തില്ല. ഇത് ഇച്ചിരി പൊക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിലൊന്ന് ബുക്ക് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ അഡ്വാൻസ് എങ്കിലും ഇട്ടെങ്കിലും ബുക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കടയിലേക്ക് വന്ന് വാങ്ങിച്ചോ. അത് ഞാൻ പറയുന്നത്. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, കടയിലേക്ക് വന്നാൽ കിട്ടുമോ, ഇത് ഡയറക്റ്റ് വന്ന് കടയിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ഇതേ സെയിം സാധനം കിട്ടുമെന്ന് നമുക്കൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ല. ഓൺലൈനിൽ കാണിക്കുന്ന സാധനം ഈ ഡിസ്കൗണ്ട് ഐറ്റംസ് ഓൺലൈനിൽ തന്നെ, കാരണം ഇതിനെല്ലാം ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരു പീസും കൂടി ഇല്ല. അത് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കടയിൽ വന്നാലും അത് കാണത്തില്ല. അതാണ് സാധനം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സാരികളുടെ ഒരു ഇത് കാണിക്കാം. ആദ്യം ഇത് ഒരു സെമി സിൽക്ക് സാരി. ഇതൊക്കെ ഓൺലൈനിൽ ഞാൻ അല്ലാതെയും കാണിച്ചിട്ടുള്ള സാരിയാണ്. നിങ്ങൾക്ക് സ്ഥിരം വീഡിയോ കാണുന്നവർക്കൊക്കെ ഓർമ്മ കാണും. ഒന്നുമില്ല, പ്ലെയിൻ വന്നിട്ട് ഇങ്ങനെ ഒരു ബോർഡർ, മുന്താണിയിൽ ഇങ്ങനെ ഒരു ഡിസൈൻ, ഇങ്ങനെ കോപ്പർ ഡിസൈൻ വരുന്ന സെമി സിൽക്ക് സാരി. സെമി സിൽക്ക് എന്ന് പറയുമ്പോൾ ഒരു ചന്തേരിയുടെ ഒരു സെമി ചന്തേരിയുടെ പോലത്തെ ഒരു സൈസ് സ്റ്റഫാണ്. ഇങ്ങനെ കോപ്പറിൻ്റെ ഒരു ഇത് വീവിങ് ആയിട്ട് മുന്താണിക്ക് വരുന്നു. ചെറിയ ബോർഡർ, കുഞ്ഞു ബോർഡർ, എന്നാ പറയുന്ന റോയൽ ബ്ലൂ കളറാണ് ഇതിൻ്റെ ബോഡി മൊത്തം പ്ലെയിൻ ആണ്. ബുട്ടായില്ല, ഒന്നുമില്ല. പ്ലെയിൻ സാരി ഉടുക്കുന്ന പോലെ തന്നെ പ്ലെയിൻ സാരിക്ക് മുന്താണി വെച്ച് വന്നാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു സാരിയാണിത്. ഇത് കാണിച്ചിട്ടുള്ളതാണ്. ഇതൊന്ന് വളരെ ഒരു 2 മാസം ബാക്കിലേക്കുള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ, അല്ലേ 2 മാസം ആയോ? ഡെയിലി വീഡിയോ കാണിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ 2 മാസമൊന്നും ആയി കാണില്ല. എൻ്റെ മനസ്സിലെ ഒരു തോന്നല ഈ സാരീസ് കാണും. ഇതൊക്കെ നമുക്ക് ഒത്തിരി അന്ന് സെയിലായതാ, പിന്നീട് റീസ്റ്റോക്ക് വന്നിട്ട് മിച്ചം വന്ന സാധനങ്ങളാണ്. ഇത് വില പറയണം അല്ലേ. അതിൻ്റെ കളേഴ്സ് കാണിക്കാം. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 890 രൂപ. ഇപ്പോഴത്തെ വില 600 രൂപ. ചന്തേരി സിൽക്കിൻ്റെ പോലത്തെ ഒരു ചെറിയൊരു ഗ്ലോയുള്ള സ്റ്റഫാണ് ഇതായത്. ഇതിന് ഈ റിഡക്ഷൻ സെയിലിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല. എല്ലാ പ്രാവശ്യവും പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയാത്ത യാതൊന്നുമില്ല. നിങ്ങൾ നോക്കി നിങ്ങൾക്ക് നല്ല ബോധ്യത്തോടെ നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ഞാൻ വേറെ അഹങ്കാരമായിട്ടൊന്നും പറയല്ല, ആരെയും ഫോഴ്സ് ചെയ്തിട്ട് വാങ്ങിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ. അതിനകത്ത് എന്നെ പറഞ്ഞെന്ന് പറഞ്ഞാലും എക്സ്ചേഞ്ചോ റിട്ടേണോ ഒന്നും അല്ലാതെ നോർമൽ ഇതിൽ ഉള്ള പോലെ ഇല്ല. ഇതിപ്പോൾ വന്നിട്ടേ ഈ അടയ്ക്കായുടെ ഡാർക്ക് കളറില്ലേ, അങ്ങനത്തെ ബ്രിക്കിൻ്റെയൊക്കെ കളർ, തവിട്ട കളർ എന്ന് പറയില്ല, അതിൻ്റെ ഡാർക്കാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ല ഒരു ചെറിയ വലിയ ഹെവി ആയിട്ടുള്ള ഫങ്ഷൻ വെയർ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഇതിൻ്റെ വേറെ കളറൊന്നും ഉണ്ടാവുമെന്ന് എനിക്കൊരു സംശയം. ഇതിനൊരു 5-6 കളറൊന്നും മിച്ചം വന്നായിരുന്നു. അല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. അടുത്ത ദിവസത്തിനകത്ത് വല്ലതും കാണിക്കാം. ഇനി അതെടുക്കാൻ പോകണം.
മെറൂൺ, നല്ല അത്യാവശ്യം നല്ല ഡാർക്ക് മെറൂൺ. ഇവിടെ ഇങ്ങനെ ഒരു സെറി, ഗോൾഡൻ കോപ്പർ മിക്സ് ആയിട്ടുള്ള സെറി. മുന്താണി വന്നിട്ട് കോപ്പറും ഒരു ഗ്രേയും ഷെയ്ഡും. അയ്യോ, ബ്ലൗസ് ഉണ്ടോ എന്ന് പറഞ്ഞില്ല, ഇത്രയും നേരം അത് പറഞ്ഞില്ല. ബ്ലൗസ് ഇല്ലേ? ബ്ലൗസ് ഉണ്ട്, അത് തന്നെയാണ്, റണ്ണിങ് തന്നെയാണ് ബ്ലൗസ്. സെയിം അല്ല, ബ്ലൗസ് ഇങ്ങനെ ഒരു ലൈൻസ് ഉള്ളത് കേട്ടോ. ബ്ലൗസ് പ്ലെയിൻ അല്ല, ബ്ലൗസിന് ഇങ്ങനെ ഒരു ചെറിയ ലൈൻസ് ഉണ്ട്. അതാത് കളറിൽ ആ ഒരു ലൈൻസ് വന്നിട്ടുള്ള ബ്ലൗസ്. സോറി. ഇനി അതല്ല, അതിൻ്റെ തന്നെ സെമി സിൽക്ക്, സോഫ്റ്റ് സിൽക്ക് സാരി. ആ മോഡലല്ല, വേറൊരു മോഡല്. റേറ്റ് സെയിം ആണ്. റേറ്റ് സെയിം ഉള്ളതെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിരിക്കുന്ന ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡ്. സെമി സിൽക്ക് സാരിയാ, സോഫ്റ്റ് സിൽക്ക് സാരിയാ. പിന്നെ ഈ ഒന്നുമില്ല, പ്ലെയിൻ ആണ്. ഈ ബോഡിയെ കൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വൈറ്റ്, പിന്നെ ഒരു കോപ്പർ, അങ്ങനെ ഒരു ബുട്ട പോലെ ഇങ്ങനെ ഒരു ലൈൻസ് ആണ് പോയിരിക്കുന്നത്. അങ്ങനെ ഓരോരോ ബോഡി ഫുള്ളുണ്ട്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് 890 ആണ്. ബ്ലൗസ് വന്നിട്ട് അതുപോലെ തന്നെ ലൈൻസുമായിട്ട് ബ്ലൗസ് ഇങ്ങനെ. ഇപ്പോഴത്തെ വില 600 രൂപ. 600 അല്ലേ? നല്ല ഡാർക്ക് കോഫി ബ്രൗൺ, അല്ലെങ്കിൽ വൈനല്ല, കോഫി ബ്രൗൺ. ഇതിൻ്റെ ഡാർക്ക് നല്ലൊരു സിൽക്കി എഫക്റ്റ് ഒക്കെ ഉണ്ട്. ഇട്ട് കാണുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് കളർ എന്താ തിരിച്ചറിയാം. ഇങ്ങനെ ഇത് ബോഡി ഫുള്ളുണ്ട്, ഇങ്ങനെ ഒരു ലൈൻസ് പോലെ വൈറ്റും ഈ ഒരു കോപ്പറും. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് ഇത്. ഇഷ്ടം പോലെ സാരിയാണല്ലോ. ഒനിയൻ ഷെയ്ഡിൻ്റെ ഡാർക്ക് സെയിം. ഇതാണ് ഇങ്ങനെ ബ്ലൗസ്. അത് തന്നെ റണ്ണിങ് ആ ഒരു ലൈൻസ് വരുന്നു ബ്ലൗസ്. ആ ടൈപ്പ് സാരി തീർന്നു. ഇനി നമ്മളുടെ ഈ പറഞ്ഞ പോലെ ഡെയിലി വെയർ സാരികളിൽ ചുമ്മാ സാരികളുടെ ഒരു സാരി. ഒഴുക്കനുമല്ല, ഷിഫോണുമല്ല, ഒരു എന്നാ പറയുക, സെമി സിൽക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇച്ചിരി കട്ടിയുണ്ട്, ഭയങ്കര കട്ടിയല്ല. ഇത് കണ്ടോ, ഇങ്ങനത്തെ സാരി. ഒഴുക്കൻ സാരി എന്ന് പറയത്തില്ല. ഒഴുക്കൻ സാരി, ഷിഫോൺ സാരി, ജോർജറ്റും ഒന്നുമല്ല, അങ്ങനെ അല്ലാത്ത ഒരു സെമി സിൽക്കിൻ്റെ പോലെ വരുന്ന ഒരു മെറ്റീരിയൽ. ഇങ്ങനെ ഒരു സാരി. ഇതാ ഇങ്ങനെ ബോഡി ഇങ്ങനെ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ കൂടെ നിറച്ചും ഇങ്ങനെ പ്രിൻ്റ്, ഇങ്ങനെ ഒരു ബോർഡർ. മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. ബ്ലൗസ് ഇങ്ങനെ. ബ്ലൗസിൽ ഒരു പ്രിൻ്റ് ഉണ്ട്. ആ പ്രിൻ്റ് കാണാമോ? ഒരു പ്രിൻ്റ് ഉണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 750 രൂപയാണ്. ഇപ്പോൾ 500 രൂപ. രണ്ട് കളറേ ഉള്ളൂ ഇതിൻ്റെ. അടുത്തത് ഇത് ഒരു പർപ്പിൾ മെറൂൺ മിക്സ് ആയിട്ടുള്ള ഒരു കളറ്. അതിൽ കൂടെ ഇങ്ങനെ ഒരു ബേജിൻ്റെ കളറിലുള്ള ഡിസൈൻ. ബ്ലൗസ് ഇത് കേട്ടോ. മുന്താണി ഇങ്ങനെ ഉണ്ടോ. ആ മുമ്പത്തെ സാരി തന്നെ, കളർ മാത്രം വ്യത്യാസം. പർപ്പിളിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ്. ഈ ബ്ലൗസിലോട്ട് നോക്കുമ്പോൾ പർപ്പിളിൻ്റെ ഒരു ഷെയ്ഡാണ്. ഇത് ബോഡിയെ നോക്കുമ്പോൾ ബ്ലൗസ് പർപ്പിളും മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഡാർക്ക് ഷെയ്ഡ്. ഇനി നമ്മുടെ സെമി സിൽക്ക് സാരി കുറച്ചെണ്ണം കാണിക്കാം.
സെമി സിൽക്ക് സാരി എന്ന് പറയുമ്പോൾ പല റേറ്റ് വരുന്നുണ്ട്. സ്റ്റഫ് വ്യത്യാസം, ബോർഡർലെസ് ആയിട്ടുള്ളത്, ബോർഡർ ഉള്ളത്, ഈ സ്റ്റഫ് വ്യത്യാസത്തിലാണ് ഇതിൻ്റെ റേറ്റ്. അതായത് 450 രൂപ തൊട്ട് സെമി സിൽക്ക് സാരി അവൈലബിളാണ്. എന്നും കൊണ്ട് മോഡലൊക്കെ ഒരുപോലെ ആയിരിക്കും. ബോർഡർലെസ് ആയിരിക്കും, ബോഡിയെ ബുട്ട കാണും, മുന്താണി ഇങ്ങനെ ആയിരിക്കും, പക്ഷേ സ്റ്റഫ് വ്യത്യാസം കാണും. അതുകൊണ്ട് സെമി സിൽക്ക് എന്ന് പറഞ്ഞാൽ ഇതും സെയിം അല്ലേ? അല്ല, വ്യത്യാസം ചെറിയ വ്യത്യാസം അല്ലേ. സെമി സിൽക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് ആകണം എന്നില്ല കേട്ടോ. അത് ചിലർക്ക് അറിയാവുന്നവർക്കറിയാം, ചിലർ തെറ്റിദ്ധരിക്കും. സെമി സിൽക്ക് അവർക്ക് അത് അത്രയേ ഉള്ളായിരുന്നല്ലോ വില, ഇതന്നെ ഇപ്പം ഇത്രയും വില. അത് സ്റ്റഫ് വ്യത്യാസം ഉള്ളതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. നേവി ബ്ലൂ, ബോഡി ഇങ്ങനെ ബുട്ട, മുന്താണി ഇതേ ഇങ്ങനെ. ബ്ലൗസ് നമ്മുടെ മഞ്ഞയും പച്ച സാരി ഇല്ലേ കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ചേ, അതിൻ്റെ തന്നെ കളർ വ്യത്യാസമുള്ള സംഭവം. ബ്ലൗസേൽ ഇത് തന്നെ ബുട്ടായും ഉണ്ട്. ഈ ഒരു നല്ല വശം ഇതാ, ബുട്ടായും ഉണ്ട്, ബോർഡറും ഉള്ള. ഇത് പർപ്പിൾ ഒരു ബോർഡർ വരും. ബോഡി വന്നിട്ട് നേവി ബ്ലൂ ഷെയ്ഡ്, നല്ല നേവി ബ്ലൂ ഷെയ്ഡ്, ഡാർക്ക്. മൊത്തം ഒഴിഞ്ഞു പോയി. ഇപ്പം ഞാൻ വില കണ്ടതായിരുന്നല്ലോ. ഇത് വേറെ ഉണ്ടോ വില? 1080 രൂപയാണ് ഇതിൻ്റെ വില. ഇപ്പോഴത്തെ വില 690 രൂപ. അത് തന്നെ കേട്ടോ സാരി. അതിൻ്റെ ബോഡിയിലെ ബുട്ട ഇല്ലേ, അതിൻ്റെ ഷേപ്പിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. മറ്റേ വേറൊരു ഷേപ്പായിരുന്നു, ഇത് വേറൊരു ഷേപ്പ്. മാറ്റി വീർത്ത് കാണിക്കേണ്ട കാര്യമേ ഇല്ല, വേറെ ഒന്നും വ്യത്യാസമില്ല. ഈ ബുട്ടയുടെ ഷേപ്പിലുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ വലിപ്പത്തിൽ പോലും വ്യത്യാസമില്ല, ഷേപ്പിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. സെയിം സാരി. ഈ മോഡൽ സാരി വേറെ ഉണ്ട്, അതും കൂടെ തന്നിട്ട് മറ്റേതാ ഇതല്ല ഇരിക്കുന്നത്. ഇത് വേറെയാ കേട്ടോ, ഇത് വേറെയാ. ഇതിൻ്റെ സ്റ്റഫ് വേറെയാ. അതിന് കുറേ കൂടെ സോഫ്റ്റ് ആയിരുന്നു. ഇതൊരു ടസർ, നമ്മൾ സെമി ടസറിൻ്റെ കട്ടിയുള്ള മോഡൽ എടുക്കുമല്ലോ, അങ്ങനത്തെ ഒരു സ്റ്റഫാണ് ഇതിനെ. സെമി ടസറിൻ്റെ ആ ഒരു പേപ്പർ അല്ല, ദേശി ടസറിൻ്റെ ആ സാമ്യം വരുന്ന അതല്ല. നല്ല ഡാർക്ക് ഗ്രീൻ, ബോട്ടിൽ ഗ്രീനിൽ ഇതാ ഇങ്ങനത്തെ ഡിസൈൻ. നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാമെന്നേ. സാരിക്കൊന്നും ഒരു കംപ്ലൈൻറ്റും ഉള്ള സാരി അല്ല കേട്ടോ. ഇത് ഡിസ്കൗണ്ട് സെയിലിൽ കൊടുക്കുമ്പോഴേ 1190 രൂപ. ഇപ്പോഴത്തെ വില 800 രൂപ. ഇത് ബ്ലൗസ്, ബ്ലൗസ് കാണിക്കാതെ പോവാ ചേച്ചി. അങ്ങോട്ട് ബ്ലൗസ് കാണിക്കാതെ എങ്ങോട്ടാ? ഇത് ബ്ലൗസ് എന്ത് പിശിക്ക് കാണിക്കുന്നതെന്ന് ഓർത്തിട്ട് എനിക്ക് തന്നെ ഇത് കണ്ടോ. ബ്ലൗസിൻ്റെ അറ്റത്ത് വെക്കാനുള്ള ബോർഡർ, ബ്ലൗസ് ബോഡിയെ ബുട്ട. ഇനി വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടുവാണെങ്കിലും കുഴപ്പമില്ല. ആ ബ്ലൗസ് ഇടുവാണെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും. ബുട്ടായൊക്കെ ഉണ്ടല്ലോ. ആരാണ് ഈ ബുട്ട? പറഞ്ഞു ഞാൻ. അല്ല, ഇതിന് 800 രൂപ. അത് ഒന്നില്ലെങ്കിൽ ഒന്നുകൂടെ നോക്ക്. 800 എന്നല്ലേ? അത് വില കൂടിയതാണ് കുറെ കൂടെ. അടുത്തത് യെല്ലോ വിത്ത്. ഇതൊക്കെ എന്ത് പോയ സാരികളാണ് നമുക്കെന്നറിയാവോ. ഇതിപ്പോൾ ഒത്തിരി കൊണ്ടുവന്ന് ഇതെല്ലാം ഒറ്റ പീസൊക്കെ വെച്ചേ ഉള്ളൂ കേട്ടോ. പല കളറ് ഉണ്ടെങ്കിലും ഈ കാണുന്ന ഈ സാരി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പീസും കൂടെ തരാൻ പറഞ്ഞാൽ ഇല്ല. ഒറ്റ പീസ് വെച്ചൊക്കെ കാണും. അതിനുള്ള സാരിയാണ് ഈ റിഡക്ഷൻ സെയിലിട്ടിരിക്കുന്നത്. ഇത് നല്ല മസ്റ്റാർഡിൻ്റെ ഡാർക്ക് യെല്ലോ, മാമ്പഴം യെല്ലോ അല്ല. എന്നിട്ട് ബോഡിയെ കൂടെ ഇങ്ങനെ കോപ്പർ ഇതിൽ ബുട്ടായുണ്ട്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. വില കണ്ടായിരുന്നു, ഇപ്പം നോക്കിയതും ആദ്യം, അന്നേരം ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇതാണ് മുന്താണിയെ. ബ്ലൗസേ സെയിം ആട്ടോ, റണ്ണിങ് ബ്ലൗസ് തന്നെയാണേ. സോറി ബ്ലൗസ് റണ്ണിങ് അല്ല. ബ്ലൗസ് അത് കട്ട് ചെയ്താ വന്നിരിക്കുന്നത് അല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ തെറ്റിദ്ധാരണയുണ്ട്. ഇതാ ബ്ലൗസ് കേട്ടോ, അത് സെയിമാണ്. ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമില്ല, സെയിം ബ്ലൗസാണ്. ബ്ലൗസിന് ബോർഡർ ഉണ്ട്, ഞാൻ കണ്ടു, വില കണ്ടു. 890 രൂപയുടെ സാരിയാണ്. ഇപ്പം 600 രൂപ. ഇതി കർത്തവ്യ മൂഢയായി നിൽക്കുക ഞാൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എന്നാ ഒക്കെ കേൾക്കുന്നല്ലേ ഡെയിലി. എന്നാ അർത്ഥം പറ. ഇതിനാൽ കർത്തവ്യത്തിൽ നിന്നും മൂഢയായി നിൽക്കുന്നു. ഇത് കണ്ടോ, ഒരു വേറൊരു സാരി.
സെമി സിൽക്ക് തന്നെ, സെമി സിൽക്ക് അല്ലെങ്കിൽ സോഫ്റ്റ് സിൽക്ക് സാരി. ഇതിൻ്റെ താഴത്തെ ബോർഡർ, ഈ ബോർഡർ കാണാമോ? താഴത്തെ ബോർഡർ ഇതാണ്. ഞാൻ തിരിച്ചാണ് കാണിക്കുന്നത് മക്കളെ, കണ്ടോ? ഇതാണ് താഴത്തെ ബോർഡർ. ഞാൻ ഓർക്കും ഇത്രയും ഡിമ്മായിട്ട് തന്നെ നിൽക്കുന്നത്. ഞാനിത് മൊത്തം ഇങ്ങനെ എടുക്കാതെ ഒരു രക്ഷയില്ല. ഇതെന്നാന്നറിയോ, മടക്കി വെച്ചേക്കുന്ന വേറെ എന്തോ ഒരു രീതിക്കായിപ്പോയി. ഇതാണ് ബോർഡർ, മുകളിലത്തെ ബോർഡർ. താഴത്തെ ബോർഡർ വരുമ്പം ദേ ഇങ്ങനെ വരും. ഇത് മുന്താണി ഞാൻ ഇവിടെ പോയി തപ്പിപ്പിടിക്കും. മുന്താണി ഉണ്ടോ? വല്ല ഐഡിയയും ഉണ്ടോ മുന്താണി ഉണ്ടോയെന്ന്? മുന്താണി ഇല്ലാത്ത ലക്ഷണമാണ്. വില ഏതായാലും കണ്ടപ്പോൾ പറഞ്ഞേക്കാം. 8,800 രൂപയോ എന്നാ എഴുതി വെച്ചിരിക്കുന്നത്? നോക്കിയിട്ട് പറഞ്ഞാൽ മതി. 890 ഇപ്പോഴത്തെ വില. 690 എന്നാണ് എൻ്റെ ധാരണ. ഒന്നുകൂടെ നോക്കിക്കോ. 8,800 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി വല്ല 8,800 സാരിയാണോ അപ്പാ? ഒരു 0 പോയാൽ ചെറിയ പണിയൊന്നും അല്ല കിട്ടുന്നത്. ഇത് അത്യാവശ്യം നല്ല സ്റ്റഫും നല്ല ഇതുമുള്ള സാരിയുമാണ് തന്നെ. ബ്ലൗസ് സെയിം ആണ്, റണ്ണിങ് ഇത് തന്നെ ഉണ്ടോ വരും ബ്ലൗസ്. ഇതില്ലേ ശരിക്കും കോപ്പറല്ല, റോസ് ഗോൾഡ്. അതാണ് ബോഡിയിലേയും അല്ല ബോർഡറേലും ബ്ലൗസേലും ബോർഡർ കളറായിട്ട് വന്നിരിക്കുന്നത് റോസ് ഗോൾഡ്. ഇച്ചിരി സ്ലോ ആയി പോകുന്നുണ്ടല്ലേ? ഉണ്ടോ? 800 രൂപയുടെ ബ്രൊക്കേഡ് സാരിയാണ്. നല്ല സോഫ്റ്റാണ്, വളരെ നല്ല സോഫ്റ്റാണ്. ചില്ലി റെഡ് കളറ്. ഇത് കണ്ടോ, നല്ല ബോർഡറും ഉണ്ട്. നല്ല നല്ല സോഫ്റ്റാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ പച്ച കളറ്, നല്ല പാരറ്റ് ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്. ബ്ലൗസ് വന്നിട്ട് സെയിം ആ പാരറ്റ് ഗ്രീൻ ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനെ വരുന്ന സാരി. ഇപ്പോൾ ഈ സാരി നല്ല റേറ്റിൽ നമുക്ക് ഈ മോഡൽ സാരി ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ബ്ലൗസ്. മുന്താണി ഞാൻ കാണിച്ചല്ലോ, ഇത് മുന്താണി. ഇതിൻ്റെ വില പറഞ്ഞോ? ഒരു 800 കണ്ടേ. അത് വിലയാണോ നോക്കട്ടെ, ഇപ്പോഴത്തെ വിലയാണോ പിന്നത്തെ വിലയാണോ? 800 രൂപ, 650 രൂപ ഇപ്പോഴത്തെ വില. നല്ല സാരി കേട്ടോ, നല്ല ചില്ലി റെഡ് ഷെയ്ഡ് ഒക്കെ. നല്ല വില ഉണ്ടായിരുന്ന സാരി ഒക്കെ ഒരു സമയത്ത് എന്തോരം പോയ സാരിയാണ്. ഇത് കണ്ടോ, ഇതാണ് അടുത്ത സാരിയേ. ഈ സാരിയുടെ ബോഡി ഇതുണ്ടല്ലോ, ഡിജിറ്റൽ പ്രിന്റ് വരുന്ന സാരിയാണ്. ഇതിന് ബോഡിയെ നിറച്ചും ഇങ്ങനെ ഈ കറുത്ത താഴേക്കുള്ള ഈ ഒരു ഡിസൈൻ ഉണ്ട്. സെമി ടസർ വിഭാഗത്തിൽ പെടുന്നതാണ്. ഈ കറുത്ത ഈ സാധനം ബോഡി ഫുള്ളുണ്ട്. ഇത് ഹാൻഡ് വാഷ് പാടില്ല, ഒന്നുകിൽ ഡ്രൈ വാഷ്, മിനിമം ഫസ്റ്റ് വാഷെങ്കിലും ഡ്രൈ വാഷ്. മുന്താണി ഇങ്ങനൊരു മുന്താണി. ബ്ലൗസ് വന്നിട്ട് ഇത് കട്ട് ചെയ്ത ബ്ലൗസാണ്. ഇങ്ങനെ ഈ ഒരു കളറിൽ ഇങ്ങനെ ലൈൻസ് പോകുന്ന ബ്ലൗസ്. ഇതിൻ്റെ വില ഇപ്പോൾ കണ്ടായിരുന്നല്ലോ, അവിടെയുണ്ടോ? പേപ്പർ സിൽക്ക് എന്നാണ് പറഞ്ഞത് കേട്ടോ, ടസർ സിൽക്ക് അല്ല, പേപ്പർ സിൽക്ക് എന്ന് എഴുതിയത്. പേപ്പർ സിൽക്കിൻ്റെ സെമി ആട്ടോ, പ്യുവറല്ല. 1350 രൂപയാണ്, ഇപ്പം 850 രൂപ. അത് ആ സ്റ്റഫെ തൊടുമ്പോൾ അറിയാം, അതൊന്നല്ല അതിൻ്റെ ആ ഒരു ഇത് സുഖം. പേപ്പർ സിൽക്കിൻ്റെ ഒക്കെ ഉള്ളൊരിത്. നമ്മുടെ സെമി സിൽക്ക് സാരി. ബോർഡർ ഇങ്ങനെ താഴത്തെ ബോർഡർ വീതിയുള്ള ഒരു ചന്തേരിയുടെ പോലത്തെ മെറ്റീരിയൽ വരുന്ന സാരി. ഇങ്ങനെ ഇതാണ് മുന്താണി. വന്നിട്ട് ഇങ്ങനെ. ഇത് നമ്മുടെ റോസ് സിൽക്കിൻ്റെ ഒരു വിഭാഗത്തിൽപ്പെട്ടതാ. ഇങ്ങനെ കളറിനകത്തൊരു ചെറിയൊരു ഫെയ്ഡ് പോലെ ഒരു കാണിക്കുന്നുണ്ട്. അതെന്നാന്ന് എനിക്ക് തോന്നുകയാണോ? ഡബിൾ ഷെയ്ഡ് ആയതുകൊണ്ട് തോന്നുകയാണോ? ഡബിൾ ഷെയ്ഡാണോ അതോ അങ്ങനെ തോന്നുകയാണോ എന്ന് എനിക്കറിയത്തില്ല. ഒന്ന് പരിശോധിക്കണേ, അല്ലെങ്കിൽ ആരാണോ ബുക്ക് ചെയ്യുന്നത് അവരെ ഇത് നോക്കി കാണിച്ചിട്ട് അയക്കാവുള്ളൂ.
അങ്ങനത്തെ ഒരു സാരി. പിന്നെ റോസ് സിൽക്കിൻ്റെ ഒരു ടൈപ്പ് ഓഫ് റോസ് സിൽക്ക് എന്ന് പറഞ്ഞാൽ റോസ് സിൽക്കിൻ്റെ എല്ലാം സെമി ആട്ടോ, റോസ് സിൽക്കിൻ്റെ ഒറിജിനലേ അല്ല. ഇങ്ങനെ ഒരു ചുമ്മാ ഒരു സാരി. ഇതിൻ്റെ വില എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ? വില കണ്ടോ? വില കണ്ടു 1390 രൂപയുടെയാണ് ഇപ്പം ഇട്ടിരിക്കുന്ന വില. 600 രൂപ. ഇതാണ് സാരി. ഈ സാരി ഞാൻ അടുത്തത് വേറൊരു സാരിയാണേ. ഇത് ഞാൻ ഇതിൻ്റെ ഒരു മോഡൽ നേരത്തെ ഓഫർ സെയിലാണോ അല്ലാതെയാണോ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് സ്റ്റഫാണ്. സിൽക്ക് എന്ന് പറഞ്ഞാൽ സെമി സിൽക്ക് സ്റ്റഫ്. എന്നിട്ട് ഇതിൻ്റെ ഒന്നുമില്ല, ഇത് സിമ്പിൾ സാരിയാണ്. പക്ഷേ ഇതിനൊരു അതിൻ്റെ ആ സ്റ്റഫിന് നമ്മുടെ പഴയ കാഞ്ചീപുരം സാരിയല്ല, കാഞ്ചീപുരം സാരിയുടെ ഒക്കെ ഒരു അതുപോലെ ഒരു സോഫ്റ്റ്നെസ്സും ഇതുമൊക്കെ ഉണ്ട്. പോലെന്നേ ഞാൻ പറഞ്ഞോളൂ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് പേടിയായി. ഇങ്ങനെ നമ്മുടെ വായിൽ നിന്ന് ഒരു ചെറിയൊരു വാക്കുകൾക്ക് പോലും ഭയങ്കര വിലയുണ്ട് ഈ ഓൺലൈനിൽ. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. സൂക്ഷിച്ചൊക്കെ തന്നെ സംസാരിക്കാറുള്ളൂ. എന്നാൽ പോലുമേ ഒരു അയത്തലായിരിക്കും കയറി മനുഷ്യർ തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനാണെന്ന് പറഞ്ഞിട്ട്. ഇതാണ് അതിൻ്റെ താഴത്തെ ബോർഡർ. കണ്ടോ? തിരിച്ചല്ലേ? ഇത് മുകളിലത്തെ ബോർഡർ അല്ലേ? അല്ല ഇങ്ങനെ അല്ലേ? ഇത് കണ്ടോ? ഇത് മുകളിലത്തെ ബോർഡർ. താഴത്തെ ബോർഡർ വരുമ്പോൾ ഇത് ഇങ്ങനെ വരും. നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ ഉപയോഗിക്കാനും ഒക്കെ നല്ല എളുപ്പമാണ്. അതാണ് ഈ സാരിയുടെ ഒരു സവിശേഷം. നമ്മൾ കണ്ടിട്ടില്ലാത്ത സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇതിൻ്റെ സ്റ്റഫും പിന്നെ ഈ ബോർഡറും ഒക്കെ കൂടെ ഒരു ലുക്ക് ഉണ്ട്, ഒരു സംഭവം. വില പറയണം അല്ലേ? അതാണല്ലോ വലിയൊരു ടാസ്ക്. ഇതിൻ്റെ വില 820 രൂപ. ഇപ്പോഴത്തെ വില 450 രൂപ. മുമ്പേ കാണിച്ച ആ സാരിയുടെ അതേ മോഡൽ, അത് ഒന്ന് ഒന്നിച്ച് കാണിച്ചാൽ പോരായിരുന്നു. ആ പച്ച സാരിയുടെ ഞാൻ റോസ് സിൽക്കിൻ്റെ പോലത്തെ മെറ്റീരിയലാന്ന് പറഞ്ഞില്ലേ. ഇതിൻ്റെ താഴത്തെ വില പറയണ്ടല്ലോ, തപ്പുണ്ടല്ലോ. ഈ താഴത്തെ ബോർഡർ, ഇതേ മുകളിലത്തെ ബോർഡർ, മുന്താണി വന്നിട്ട് ഇങ്ങനെ മുകളിലത്തെ ബോർഡർ. ഇത് ഒരു എന്നാ കളറാണ് ഇത്? വാടാമുല്ല കളറിൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ്, പർപ്പിളിൻ്റെ ലൈറ്റ്, ലാവണ്ടറിൻ്റെ ഒക്കെ ഒരു ഡാർക്ക്. ലാവണ്ടറിന് പറയാൻ പറ്റത്തില്ല, പർപ്പിൾ ലാവണ്ടർ മിക്സ് ആയിട്ടുള്ള ഒരു കളറ്. ഇതും അതുപോലെ തന്നെ ഇപ്പം ഇച്ചിരി മുന്നേ ഞാൻ കാണിച്ചില്ലേ, നല്ല സ്റ്റഫാന്ന് പറഞ്ഞ് കാണിച്ച ആ സാരിയില്ലേ, അതിൻ്റെ തന്നെ രണ്ട് സൈഡിലും ഒരുപോലത്തെ ബോർഡർ വരുന്ന ഒരു സാരി. സോഫ്റ്റാണ് ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത്. അതായത് നമ്മൾ കാഞ്ചീപുരം സാരി കിട്ടുന്ന അതേ ഒരു സുഖം കിട്ടും. കേട്ടോ? ഇത്രയും ഭയങ്കര സോഫ്റ്റാണ്. എന്നാൽ ആ സിന്തറ്റിക് ഫീല് ഒട്ടും തോന്നുന്നുമില്ല. അങ്ങനത്തെ ഒരു സ്റ്റഫ്. രണ്ട് സൈഡിലത്തെയും ബോർഡർ ഇത് തന്നെ, മുകളിലത്തെയും ബോർഡറും താഴത്തെ ബോർഡറും ഇത് തന്നെ. ഡാർക്ക് മെറൂണ്, മുന്താണി വന്നിട്ട് ഇത് ഇങ്ങനെ. ബ്ലൗസ് സെപ്പറേറ്റ് ഉണ്ടോ എന്ന് നോക്കാവേ. ബ്ലൗസ് ഇല്ല, ബ്ലൗസ് റണ്ണിങ് തന്നെയാണ് ബ്ലൗസ്. അത് വെച്ച് തന്നെ ബ്ലൗസ് ഒന്നുകിൽ തയ്ക്കാം, അത് വെച്ച് തന്നെ തയ്ക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ വിലയും കൂടെ പറയാം. വില 1100 രൂപ. ഇപ്പോഴത്തെ വില 700 രൂപ. ആ സെയിം സ്റ്റഫ് എന്നേ ഞാൻ പറയുള്ളൂ. രണ്ട് സാരി രണ്ടും രണ്ടാട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ മറ്റേ റോസ് സിൽക്കിൻ്റെ ഒരു സ്റ്റഫ് വരുന്ന, റോസ് സിൽക്കിൻ്റെ സ്റ്റഫ് പോലത്തെ സെമി. ഒരിക്കലും റോസ് സിൽക്ക് എന്ന് പറയാനിട്ടില്ല, കാരണം അതിൻ്റെ വില നമുക്കറിയാം. പെർ മീറ്ററിനാകും 1000 തൊട്ടുള്ള 1000 താഴെയുള്ളത് കിട്ടുമായിരിക്കാം. പല ക്വാളിറ്റി വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പോൾ എന്നാ സിൽക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സാരി ഉണ്ടോ? മുന്താണി ഇതേ മുന്താണി ഇങ്ങനെ പീച്ച് ഷെയ്ഡ് കേട്ടോ, നല്ല പീച്ച് ഷെയ്ഡ്. ഇതിൻ്റെ താഴത്തെ ബോർഡർ വരുമ്പോൾ
ഇങ്ങനെ ഇരിക്കും താഴത്തെ ബോർഡർ. സിമ്പിൾ സാരിയാണ്, പ്ലെയിൻ ബോഡി വന്നിട്ട് ബോർഡർ വരുന്ന സാരി. 4000 1390 രൂപ. ഇപ്പോഴത്തെ വില 700 രൂപ. ഇതാണ് താഴത്തെ ബോർഡർ കേട്ടോ. അതും കൂടെ അത് ഇതിൻ്റെ തന്നെ സെയിം വേറെ കളറാണ്. പീച്ച്, അത് പീച്ച്, ഇത് പീച്ച് മെറൂൺ ഡാർക്ക് മിക്സ് ആയിട്ടുള്ളൊരു പീച്ച് മെറൂൺ അല്ല പീച്ച് റെഡ് മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്. ആ സാരി തന്നെ, ഇപ്പോൾ കാണിച്ച സാരി തന്നെ അതിൻ്റെ അടുത്ത കളറ് ജസ്റ്റ് വേറൊരു കളർ. ഇത് സെയിം സാരി, റേറ്റും സെയിം, കളർ മാത്രം വേറെ ഡിഫറെൻറ്റ്. ഇതൊക്കെ ഈയിടെ കാണിച്ച സാരിയല്ലേ? ഓർമ്മയേ ഉള്ളൂ ഇത്. ഒറ്റ പീസേ ഉള്ളൂ, അല്ലാതെ കളർ പോലും വേറെ ഇല്ലാത്ത. പിന്നെ ബാക്കി കളേഴ്സ് തീർന്നു. നമ്മുടെ ചുമ്മാ സാരി, ചുമ്മാ ഉടുക്കാൻ എങ്ങനെ വേണമെങ്കിലും ഉടുക്കാവുന്ന സാരി. ഇത് വരും മുന്താണി, ഇത് വരും ബോഡി. ബ്ലൗസ് വന്നിട്ട് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ, എല്ലാം ബോട്ടിൽ ഗ്രീനാണ്. വില കണ്ടായിരുന്നു എവിടെയെങ്കിലും? വില നോക്കി പറഞ്ഞാൽ മതിയേ. നോക്കിക്കേ വിലയുണ്ടോന്ന്. അതെ തുമ്പത്ത് അത് വില. ഇത് 790 450 അല്ലേ? 790 450. പച്ച സാരി, പച്ചയല്ല പച്ച സാരി. ഈ സാരി ഇതിൻ്റെ മോഡൽ സാരി എന്തോരം നമുക്ക് പോയിട്ടുള്ളതാണോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റഫ്, ബ്രൊക്കേഡ് പോലത്തെ ഒരു സ്റ്റഫ്. ഇതിൻ്റെ ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. ഇതിങ്ങനെ ഇത് ഡാമേജ് അല്ല. ഇതിങ്ങനെ നൂല് വീവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കയറി പിടിക്കുന്നതാണ്. അത് അറിയാവുന്നവർക്കറിയാം. ഇങ്ങനെ കയറി കൊരുക്കുന്നത്, ഓവർലാപ്പ് വരുന്ന, അങ്ങനെ വരുന്ന കേട്ടോ. ഇത് ഡാമേജ് അല്ലേ. ഇങ്ങനെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, എന്നാൽ നല്ല ബോഡിക്ക് നല്ല ഒഴുകി അങ്ങ് ഊർന്നങ്ങ് പോകുകയില്ല. ഇതുള്ള സുഖമുള്ള സാരി. മുന്താണി വന്നിട്ട് ഇങ്ങനെ ഇതുണ്ടോ മുന്താണി. ഇത് ഒത്തിരി നമ്മൾ വിറ്റിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ വരും. നല്ല സോഫ്റ്റാണ്. അതാണ് ഇതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു. ഈ വിലയ്ക്ക് 850 രൂപ. ഇപ്പോഴത്തെ വില 450 രൂപ. അതിൻ്റെ തന്നെ ഗ്രീൻ, അതിപ്പോൾ നേവി ബ്ലൂ ഷെയ്ഡ്. അതിൻ്റെ തന്നെ ഗ്രീന്. ഇത് സെയിം, വേറെ വ്യത്യാസമൊന്നുമില്ല, നോക്കേണ്ട കാര്യമില്ല. എത്ര ഈസി ആയിട്ട് നമ്മുടെ ശരീരത്ത് കിടക്കും എന്നുള്ളതും ഇങ്ങനെ ഈ കുത്തിക്കൊള്ളുന്ന പോലെ അങ്ങനെ അല്ലാത്ത ഒരു സുഖമാണ്. ഇത് കണ്ടോ. മുന്താണി ഇത് വെറും 450 രൂപ അല്ലേ? അങ്ങനെയാണോ പറഞ്ഞത്? തീർന്നില്ലേ? അപ്പോൾ ഇന്നത്തെ ഓഫർ സെയിൽ കഴിഞ്ഞു. ഇനിയുണ്ട് കേട്ടോ കുറേ എന്താ സാരി. പക്ഷേ ഷോപ്പിൽ വന്നാൽ അവൈലബിൾ അല്ല. നമ്മൾ ഇത് റെഡിയാക്കിയൊന്നും വെച്ചിട്ടില്ല. റെഡിയാക്കുന്ന അനുസരിച്ച് ഓൺലൈനിൽ കാണിക്കും. ഓൺലൈനിൽ കാണിച്ചിട്ട് ഷോപ്പിൽ എന്നാ വെക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷോപ്പിൽ റിഡക്ഷൻ സെയിൽ എന്ന് പറഞ്ഞാൽ ആനുവൽ ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു. അത് ഷോപ്പിലെ മാത്രം, ഇവിടെ കാണിച്ചിട്ടില്ല അത്. അപ്പോൾ ഇപ്പോൾ ഓൺലൈനിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് സെയിലാക്കാതിരുന്നാൽ ഉറപ്പായിട്ട് ഇത് ഷോപ്പിൽ ലഭ്യമാക്കാം കേട്ടോ. അല്ലാതെ എൻ്റെ നാട്ടുകാരെന്നോട് പിണങ്ങല്ലേ, അങ്ങനെയല്ല. ഇത് ഷോപ്പിലിരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഒരു പീസ് മിച്ചം വന്നതും, ഈ ഓൺലൈൻ ഉള്ളതുകൊണ്ട് ഓവറായിട്ട് സ്റ്റോക്ക് കൊണ്ടുവന്നത് മിച്ചം വന്നതും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങണമെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്നൊരു ഓപ്ഷൻ ഇല്ല, ബുക്ക് ചെയ്തിട്ട് വന്ന് ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്തോളൂ. അങ്ങനെ ചെയ്യാനേ ഇപ്പോൾ പറ്റുള്ളൂ. ഇതിൻ്റെ ബാക്കി വീണ്ടുമുള്ള ഓഫർ സെയിൽ അല്ല ക്ലിയറൻസ് സെയിൽ ഈ ആഴ്ച തന്നെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.